بسم الله الرحمن الرحيم. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من ويرى مناط عروقها في نحرها والمخ من تلك العظام النحل. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من ويرى مناط عروقها في نحرها والمخ من تلك العظام النحل. ويرى خرير الدم في أوداج. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. يا أيها الرجل المريد نجاته اسمع مقالة ناصح معواني. كن في أمورك كلها متمسكا بالوحي لا بزخارف الهذيان. وانصر كتاب الله والسنن التي جاءت عن المبعوث بالفرقان. واثبت بصبرك تحت ألوية الهدى
فإذا أصبت ففي رضا الرحمن واصدع بما قال الرسول ولا تخف من قلة الأنصار والأعوان فالله ناصر دينه وكتابه والله كافٍ عبده بأماني. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പുത്തൂറിലെ ഈ വിജ്ഞാന വേദിയിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം എവിടെ നിന്നായാലും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും തൗഫീഖുകളും നമുക്കെല്ലാവർക്കും നൽകി അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം സമുദായം അന്നും ഇന്നും എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സംസാരിക്കുവാനുള്ളത്. ഈ സമുദായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം ലഭിക്കപ്പെട്ട സമുദായമാണ്. കാരണം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളുടെയും അന്ത്യം കുറിച്ചുകൊണ്ട്, അവസാനമായി സമാപനം കുറിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട നേതാവാണ്. നാം എല്ലാവരും നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന, ബഹുമാനിക്കേണ്ടുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ പെടാനുള്ള അവസരം ലഭിച്ച, അതിന് സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് നാം എല്ലാവരും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു സമൂഹത്തെ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത്. എങ്ങനെയുള്ള ഒരു നാട്ടുകാരെയും സമൂഹത്തെയുമാണ് നമ്മുടെ നേതാവ് നന്നാക്കിയെടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ വലിയ മോശത്തരങ്ങളിൽ പെട്ടുകിടന്നിരുന്ന ഒരു സമൂഹം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാംസ്കാരിക രംഗത്തുള്ള അധപ്പതനങ്ങളും സ്വഭാവ രംഗങ്ങളിലുള്ള സർവ തെറ്റുകുറ്റങ്ങളും നടമാടിയിരുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലേക്കായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. ആ സമൂഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിച്ചെടുക്കുകയാണ്, മാറ്റിയെടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ വിശേഷിപ്പിച്ചത് അവര് വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ്. ഖുർആനിൽ കാണാം, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിൽ കഴിഞ്ഞിരുന്ന ഒരു സമുദായം. വഴികേടിന്റെ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ
ആ സ്വഭാവങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ശിർക്കും അതുപോലെ തന്നെ അത്യാചാരങ്ങളും അനാചാരങ്ങളും സർവരൂപത്തിലുള്ള തോന്നിവാസങ്ങളും നടമാടിയിരുന്ന ഒരു സമുദായം. ആ സമുദായത്തിലേക്കാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്നിട്ട് ആ സമൂഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ശരിക്കും നമ്മൾ ആലോചിച്ചു നോക്കൂ, റബ്ബെന്താണ് അവിടെ പറയുന്നത്? വ്യക്തമായ വഴികേടിലായിരുന്നവർ ജനതയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് അയക്കപ്പെട്ടത് മുഖേന അള്ളാന്റെ കിതാബുകൾ ആ റസൂൽ അവർക്ക് കിതാബ് ഓതിക്കൊടുക്കുകയാണ്. എന്നിട്ടവരെ നന്നാക്കിയെടുക്കുകയാണ്, സംസ്കരിക്കുകയാണ്, തസ്കിയത്ത് നൽകുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ്, അള്ളാന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വൽ ഹിക്മ, ആ കിതാബ് മനസ്സിലാക്കാൻ ആവശ്യമായ എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ, എന്തെല്ലാം തത്വങ്ങളുണ്ടോ, അതെല്ലാം കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഖുർആൻ വളരെ മോശപ്പെട്ട ജനങ്ങളെന്ന് പറഞ്ഞ ആ ജനത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുർആൻ കേട്ടപ്പോ, അവിടുത്തെ വിശദീകരണങ്ങൾ കേട്ടപ്പോ, അവിടുത്തെ ജീവിതത്തിന്റെ ശൈലികൾ കണ്ടപ്പോ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹിദായത്ത് കിട്ടാൻ തൗഫീഖുള്ള മനുഷ്യന്മാരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അങ്ങ് മാറി നിന്നപ്പോ ആ സമൂഹം പിന്നെ ആരായി മാറി എന്നാണ് ഖുർആൻ പറയുന്നത്? ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നേതാക്കളാകാൻ മാത്രം യോഗ്യരായ ജനങ്ങളായി മാറി. വളരെ മോശപ്പെട്ടവരെന്ന് ഖുർആൻ പറഞ്ഞ, വളരെ വഴിപിഴച്ചവരെന്ന് ഖുർആൻ പറഞ്ഞ അതേ സമുദായത്തിൽ നിന്നതാ ഒരു ഉത്തമരായ സമുദായമുണ്ടാവുകയാണ്. ആ സമുദായത്തെ അല്ലാഹു വിശേഷിപ്പിച്ചത് കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്ത്, അതാ പിഴച്ചുപോയ ഖൗമാണെന്ന് പറഞ്ഞ ആ ഖൗമിൽ നിന്ന് ഒരു ജനങ്ങൾ ഉണ്ടാവുകയാണ്. ആ ജനങ്ങളതാ ലോകത്തിന് മുഴുവൻ നേതാക്കളാകാൻ മാത്രം യോഗ്യരായി തീർന്നു. അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ ഭാഗ്യം ലഭിച്ച, അവിടുത്തെ സംസാരം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച, അവിടുത്തെ മജ്ലിസിലും സദസ്സിലും പോയി ഇരുന്നു കൊണ്ട് വിജ്ഞാനത്തിന്റെ മധുനുകരാൻ തൗഫീഖ് കിട്ടിയ നേതാക്കളല്ലേ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. ആ സ്വഹാബത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. എല്ലാവർക്കും മാതൃകയാകാൻ മാത്രം യോഗ്യരായ നേതാക്കളായി. അവർക്ക് നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ കണ്ടു നോക്കി മനസ്സിലാക്കിയിട്ട് അതാ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യന്മാർക്കും നേതാക്കളാകാൻ മാതൃകായോഗ്യരായ വലിയ വലിയ മഹാന്മാരായി തീരാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബാ കിറാം, ആ സ്വഹാബത്തിനെ പിൻപറ്റിയവരുടെയും കാര്യം അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിലേക്ക് ആകൃഷ്ടരായി കൊണ്ട് കടന്നു വന്ന സ്വഹാബാ കിറാമും അവരെ പിൻപറ്റിയ നല്ലവരായ പിൻഗാമികളായ ആളുകളുമൊക്കെ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു അവരെ പറ്റി പറയുന്നത് അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു.
അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരല്ലാനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞവര് നേതാക്കൾ, പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വിധേയരായി അർഹരായി തീർന്ന മഹാന്മാര്, ആ മഹാന്മാരല്ലേ നമ്മുടെ നേതാക്കന്മാർ. ആ നേതാക്കന്മാരിലൂടെയാണ് അങ്ങനെ അവിടുന്ന് താബിയുകൾ പഠിച്ചു, താബീങ്ങളിൽ നിന്ന് തബഉ താബീങ്ങൾ പഠിച്ചു. അങ്ങനെ ഇസ്ലാമതാ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കി വന്ന നല്ല ഒരു സമുദായം ഈ ലോകത്ത് അന്ത്യനാൾ വരെ ഇനിയും നിലനിൽക്കാൻ പോവുകയാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിന്റെ മേൽ ശരിക്കും നിലകൊള്ളുന്നവരായ ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് എന്നും നിലനിൽക്കുന്നതാണ്. ലോകാവസാനം വരേക്കും അവരിവിടെ ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ ആര് എതിർത്താലും ആര് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ആരവർക്കെതിരെ എന്തു തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയാലും ഒരു ഭീഷണിയുടെയും മുമ്പിൽ പതറാതെ, ഒരു രൂപത്തിലുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലും തലകുനിച്ചു കൊടുക്കാതെ, ചൂളിപ്പോകാതെ ദീന് നിലനിർത്തുന്ന യഥാർത്ഥത്തിലുള്ള ആളുകൾ ലോകത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അറിയിച്ചു കഴിഞ്ഞു. ആ സമുദായം ആദ്യകാല സമുദായത്തെയല്ലേ നമ്മൾ മുസ്ലിം സമുദായം അന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മുടെ വിഷയം മുസ്ലിം സമുദായം, അതല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് അന്നും ഇന്നും. അന്നുള്ള സമുദായം ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേർക്ക് നേരെ ദീന് കേട്ട് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാര്. ആ മഹാന്മാരും അവരെ തുടർന്ന നല്ലവരായ മുൻഗാമികളായ ആളുകൾ, അവരൊക്കെ എങ്ങനെയാണോ നന്നായത്, അതുകൊണ്ടല്ലാതെ ഇന്നത്തെ ആളുകളും നന്നാവൂല. മഹാനായ ഇമാം മാലിക് റഹിമത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അതാ ഈ സമുദായത്തിന്റെ അവസാന കാലക്കാര് നന്നാവില്ല, ഈ സമുദായത്തിന്റെ അവസാന കാലക്കാര് നന്നാവില്ല. എന്തുകൊണ്ടല്ലാതെ ഈ സമുദായത്തിന്റെ ആദ്യ കാലക്കാര് നന്നായത് എന്തുകൊണ്ടാണോ അത് ജീവിതത്തിൽ പകർത്തിയാലല്ലാതെ, അത് പിൻപറ്റിയാലല്ലാതെ ഈ സമുദായത്തിന്റെ ആഖിറും നന്നാകൂല. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു തത്വമാണ്. അവര് നന്നായത് എന്തുകൊണ്ടാണോ അതുകൊണ്ടേ നമുക്കും നന്നാകാൻ പറ്റൂ. അവര് നന്നായത് എന്തുകൊണ്ടാണ്? അവര് പരിശുദ്ധ ഖുർആൻ കേട്ടു പഠിച്ചവരാണ്, പരിശുദ്ധ ഖുർആനിനെ ബഹുമാനിച്ചവരാണ്, പരിശുദ്ധ ഖുർആനിനെ ആദരിച്ചവരാണ്. ആ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ മാത്രമല്ല അവര് പഠിച്ചത്, നന്നായി പാരായണം ചെയ്യാൻ മാത്രമുള്ളത് അത് മാത്രമല്ല ഖുർആനിന്റെ ഉദ്ദേശം. ഖുർആൻ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് അത് കേവലം ഓതിയിട്ട് ബർക്കത്തെടുക്കാനല്ല. ഖുർആൻ ഓതിയാൽ തന്നെയും നമുക്ക് വലിയ പുണ്യമുണ്ട്. അർത്ഥം അറിയാതെ ഓതിയാലും പുണ്യമുള്ളതാണ് പരിശുദ്ധ ഖുർആൻ, അതിലൊന്നും തർക്കമില്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു ഖുർആൻ ഇറക്കിയത് നാം അതിങ്ങനെ വെറുതെ ഓതി പുണ്യം നേടാൻ മാത്രമാണോ? അതൊരിക്കലും അല്ലല്ലോ. ഖുർആൻ എന്താണ് പറയുന്നത്? വഅൻസൽനാ ഇലൈക, താങ്കൾക്ക് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്തിനാണ്? പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അല്ലാഹ് പറയുന്നു, അത് മുബാറക്കായ ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ വേദഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ലിയദബ്ബറു ആയാതിഹി, അതിൻ്റെ വചനങ്ങളെ അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ്, ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അതാ ബുദ്ധിയുള്ള മനുഷ്യന്മാര് നന്നായി ആലോചിക്കട്ടെ, പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അള്ളാന്റെ ഖുർആൻ ഓതിയപ്പോ, അത് കേട്ടപ്പോ
സ്വഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൽ നിയന്ത്രണം വിട്ടുകൊണ്ടവർ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ പല സ്വഹാബിമാരും ബോധം കെട്ട് വീണിട്ടുണ്ട്. എന്തേ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. എന്താണ് പറഞ്ഞതെന്ന് അവരുടെ മനസ്സിലേക്ക് അങ്ങ് കയറി. ഒരായത്ത് കേട്ടാൽ അവരുടെ മനസ്സിന് സ്വർഗത്തെക്കുറിച്ച് കേട്ടപ്പോ അവർ സന്തോഷിച്ചവരാണ്. അതിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ എന്ന് ദുആ ചെയ്തവരാണ്. നരകത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവർ കരഞ്ഞവരാണ്. അതിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് ദുആ ചെയ്തവരാണ്. അങ്ങനെ ഏത് ആയത്തുകൾ കേട്ടാലും റഹ്മത്തിന്റെ ആയത്ത് കേൾക്കുമ്പോ ആ റഹ്മത്തിനെ ചോദിക്കാനും, അദാബിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ആ അദാബിൽ നിന്ന് കാവൽ ചോദിക്കാനും പ്രാപ്തരായ നേതാക്കളായി അവര് മാറിയത് കേവലം ഖുർആൻ ഒത്തുപഠിച്ചത് കൊണ്ടല്ല, അതിന്റെ അർത്ഥം അവര് പഠിച്ചവരാണ്, ആശയം അവര് ഗ്രഹിച്ചവരാണ്. അങ്ങനെ നന്നാവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. എന്നാൽ നമുക്കിന്ന് ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇന്നത്തെ സമുദായം നന്നാകാൻ പലപ്പോഴും സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? ആ സമുദായം ഖുർആൻ പഠിച്ചു. ഇന്നിതാ സമുദായം ഖുർആൻ പഠിക്കാൻ പാടില്ലെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നും ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്ത് പോലുമില്ല. ദിവസേന നമുക്ക് ഓതൽ നിർബന്ധമായത് സൂറത്തുൽ ഫാത്തിഹയാണല്ലോ. ആ ദിനേന നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ ഒരു മുസൽമാന് നിർബന്ധമില്ല. മാത്രമല്ല പ്രത്യേകം സുന്നത്തുമില്ല. ഒരു പുണ്യവുമില്ലാത്ത ഏർപ്പാടാണ് ഖുർആനിന്റെ അർത്ഥം പഠിക്കല്ലെന്ന് ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിടാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ടായല്ലോ. ഈ സമുദായം എങ്ങനെ നന്നാകാനാണ്? അല്ല നമ്മളോട് ചിന്തിക്കാനുള്ളതാണ് ഖുർആൻ എന്ന് പറഞ്ഞ് ഖുർആൻ ഇറക്കുന്നു. ചിന്തിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രഹിക്കണ്ടേ? നമുക്ക് മനസ്സിലാകാത്തൊരു ഭാഷയിൽ നമ്മളോടൊരാൾ ഗൗരവത്തിലൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ കേട്ടിരിക്കുക എന്നതല്ലാതെ അതെന്റെയോ നിങ്ങളുടെയോ മനസ്സിനെ സ്വാധീനിക്കുമോ? മറിച്ച് നമുക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിൽ ഒരാൾ ഗൗരവത്തോടെ ഒരു കാര്യം പറയുമ്പോ നമുക്ക് വേദന തോന്നുന്നു, വിഷമം തോന്നുന്നു, ഭയം തോന്നുന്നു, പ്രയാസം തോന്നുന്നു. ആ അർത്ഥത്തിൽ അള്ളാന്റെ കലാം മനസ്സിലാക്കാനും പഠിക്കാനുമൊന്നും അതിന്റെ ആയത്തിന്റെ അർത്ഥം പഠിക്കൽ പ്രത്യേകം ഒരു സുന്നത്ത് പോലുമില്ല. നഖം മുറിക്കൽ വരെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എത്രയെത്ര സുന്നത്തുകളുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ പുണ്യം പോലും അള്ളാന്റെ കലാമിന്റെ അർത്ഥം പഠിച്ചാലില്ലെന്ന് എഴുതിവിടാൻ മാത്രം ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്നവര് എത്തിപ്പെട്ടുവെങ്കിൽ, സമുദായമേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിഷ്പക്ഷരായ ആളുകളോടൊന്ന് ചോദിക്കട്ടെ, ഈ സമുദായം നന്നാകാൻ റബ്ബ് നിശ്ചയിച്ച ഖുർആനിന്റെ പഠനം പോലും പുണ്യകർമ്മമല്ലെങ്കിൽ പിന്നെ എന്താണ് പുണ്യകർമ്മം? ഇത് ചിന്തിക്കാൻ വലിയ അമിത ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. അള്ളാഹു നമുക്ക് നൽകിയ തെളിഞ്ഞ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചു നോക്കൂ. അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, അള്ളാന്റെ ഖുർആൻ അവരങ്ങ് കൈവിട്ടു. അള്ളാന്റെ ഖുർആൻ അവരങ്ങ് കൈവിട്ടു. എന്നിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ അവരെന്താ പറഞ്ഞത്? ഖുർആനിന് പരിഭാഷപ്പെടുത്തൽ ഹറാമാണ്, ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്നാണ് കേരളത്തിൽ അവർ പ്രചരിപ്പിക്കുന്നത്. എല്ലാ സ്ഥലത്തും അവരുടെ നയം അത് തന്നെയാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം, സലഫികൾ ജനങ്ങൾക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം അങ്ങുണ്ടാക്കിയപ്പോ, നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ അതാ പരിഭാഷ ഹറാമാണെന്നും അതർത്ഥം പറയാൻ പാടില്ലെന്നും പറഞ്ഞിരുന്ന കക്ഷികൾ അതാ അന്യഭാഷകളിൽ അതിന്റെ അർത്ഥം പറയുന്നു, പരിഭാഷപ്പെടുത്തുന്നു, വ്യാഖ്യാനം നൽകുന്നു. ഈ കർണാടകയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വായിക്കാൻ അറിയില്ലെങ്കിലും ഇതാ ഈ കാണുന്നത് ഏതാണ്? ഈ കാണുന്ന പവിത്ര ഖുർആൻ എന്ന പേരിൽ കാണുന്ന ഈ ഖുർആൻ പരിഭാഷ, ഇത് ഇവിടെയുള്ളവര് തങ്ങൾ എഴുതിയതാണ്. ഇവിടെയുള്ളവര് തങ്ങൾ കന്നഡയിലെ പരിഭാഷയാണിത്.
ആ കന്നഡ പരിഭാഷയും വ്യാഖ്യാനവും, ആ വ്യാഖ്യാനം ഖുർആനിന്റെ തർജമ പറയാൻ പാടില്ല, ഖുർആനിന്റെ അർത്ഥം പറയാൻ പാടില്ല, ഖുർആൻ പരിഭാഷ ഹറാമ് തന്നെ എന്ന് നാടൊട്ടാകെ പ്രസംഗിച്ച് നടക്കുന്ന, നാടൊട്ടാകെ പുസ്തകം പ്രചരിപ്പിച്ചിട്ടുള്ള കക്ഷികളുടെ നേതാവ് ഉള്ളാള് കുഞ്ഞിക്കോയ തങ്ങൾ ഇതാ ഇതിന് സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതാ ഉള്ളാള് തങ്ങൾ ഇതിന് സന്ദേശം എഴുതിയിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തുകാർക്ക് വല്ലാതെ ഉപകാരം ചെയ്യുന്ന കിതാബാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേറൊരു തങ്ങൾ, കുമ്പോൽക്കാരൻ എന്ന് പറയുന്നവർ തങ്ങൾ, ഇത് വല്ലാത്തൊരു കാര്യമായിട്ട് സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഇതാ ഇവരുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഒരു ഭാഗത്ത് എഴുതുന്നു ഖുർആൻ പരിഭാഷ ഹറാമാണ്, അതിന്റെ അർത്ഥം പഠിക്കൽ ഒരു പ്രത്യേകം പുണ്യം പോലും ഇല്ലാത്ത ഈ ഏർപ്പാട് പിന്നെ എന്തിനു തുടങ്ങി? അതാ റബ്ബിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണെങ്കിലും അവർക്കും മനസ്സിലായി ഖുർആൻ പഠിക്കേണ്ടത് ആവശ്യം തന്നെ. എന്നാൽ അതങ്ങ് തുറന്നു പറയാനും കഴിയുന്നില്ല. കാരണം പണ്ടങ്ങനെ എഴുതിപ്പോയില്ലേ, ഒരു പുണ്യവുമില്ല, അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായതുപോലും സൂറത്തുൽ ഫാത്തിഹയാണ്, അതിൻ്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല പ്രത്യേകം സുന്നത്ത് പോലുമില്ല. നിങ്ങൾ തിരിച്ചറിയണം, ഇത്തരത്തിലുള്ള കക്ഷികളെ നിങ്ങൾ തിരിച്ചറിയണം. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഈ ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാമികമായ ഈ ഒരു തത്വത്തിൽ നിന്ന് മാറിപ്പോയിട്ട് അതാ പരിശുദ്ധമായ ഖുർആൻ അത് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്കുമുണ്ട് ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കി എന്നതല്ലാതെ ആ ഖുർആൻ പറഞ്ഞ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ടോ? മറിച്ചവർ പകരം എന്താണ് ചെയ്തത്? ചില കിതാബുകൾ അവർ സ്വന്തമായിട്ട് കെട്ടിയുണ്ടാക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അതാ ഒരു കക്ഷികളെ സംബന്ധിച്ചതാ അവരെ ശപിക്കാൻ ചില കാരണം പറയുന്നുണ്ട്. യഹൂദികളെ അല്ലാഹു ശപിച്ചല്ലോ, നസറാനികളെ അല്ലാഹു ശപിച്ചല്ലോ. എന്തേ അവർക്ക് ശാപം കിട്ടാൻ കാരണം? എന്താണ് അവരിലുണ്ടായ അബദ്ധങ്ങൾ? കുറേയുണ്ട്. അതിലൊരബദ്ധം ഖുർആൻ പറയുന്നത് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ഇവരെന്താണ് ചെയ്തത്? യഹൂദികൾ ചെയ്ത പണിയാ ഖുർആൻ പറയുന്നത്. അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ പറയാണ് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. സ്വന്തം കൈകൾ കൊണ്ട് അവർ ചില കിതാബുകൾ എഴുതി ഉണ്ടാക്കുന്നു. അങ്ങനെ എഴുതിയുണ്ടാക്കിയ ആളുകൾക്ക് നാശം. എന്നിട്ടോ അവരുടെ തലയിൽ നിന്നുണ്ടായ ചില നിയമങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങളും തത്വങ്ങളും സന്ദേശങ്ങളുമൊക്കെ അതാ അവർ എഴുതിയുണ്ടാക്കിയിട്ട് സുമ്മയഖൂലൂൻ, എന്നിട്ടവർ ജനങ്ങളോടെന്താണ് പറഞ്ഞു നടക്കുക? ഹാദാ, ഇതാ ഈ കാണുന്ന കിതാബ് മിൻ ഇൻദില്ലാ, അള്ളാന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഇതിൽ പറയുന്നതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ്, ഇതിൽ പറഞ്ഞതൊക്കെ അള്ളാന്റെ നിയമമാണെന്നവർ പറയും. പക്ഷേ അവരുടെ നിയമമാണ്, അവർ സ്വന്തം കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ്. എന്നിട്ടത് അള്ളാന്റെ അടുക്കൽ നിന്നാണെന്നവർ പറയും. എന്തിനാണ്? ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ, വളരെ തുച്ഛമായ ലാഭം അവർക്ക് കിട്ടാൻ വേണ്ടി. കണ്ടോ, അവരതുകൊണ്ട് ഭൗതികമായ ലോകത്തെ മെച്ചങ്ങളാണ്. ആഖിറത്തിലെ മെച്ചം നോക്കുമ്പോൾ ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യത്തെ അപേക്ഷിച്ച് ദുനിയാവിൽ എന്ത് കിട്ടിയാലും അത് തുച്ഛമല്ലേ? ദുനിയാവിലെ തുച്ഛം ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് അവരതാ അത് വിൽപ്പന നടത്തി അതിൻ്റെ പേരിൽ അവർ സമ്പാദിക്കുകയാണ്. എന്നിട്ട് അവരെ കുറിച്ച് ഖുർആൻ പറയാണ് ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് അവരെഴുതി ഉണ്ടാക്കിയ നിമിത്തം അവർക്ക് നാശം. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ,
അവരത് മുഖേന സമ്പാദിക്കുന്നതും അത് കാരണവും അവർക്ക് നാശമെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നു. ഇതാ ഈ സമുദായത്തിനും ഈ വിപത്ത് ബാധിച്ചില്ലേ? ഈ സമുദായത്തിലും ഇങ്ങനെ ചെയ്യുന്ന കക്ഷികൾ ഉണ്ടായില്ലേ? ചില മൗലീദ് കിതാബുകൾ അവർ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി, ചില മാലപ്പാട്ടുകൾ അവർ എഴുതി ഉണ്ടാക്കി, അതുപോലെ തന്നെ ചില ബുക്കുകൾ അവർ പ്രസിദ്ധീകരിച്ചു. എന്നിട്ടവർ ജനങ്ങളോട് പറയും, ഇതാ ഇതിൽ പറയുന്നത് മുഴുവനും അല്ലാഹുവിന്റെ നിയമങ്ങൾ തന്നെ, ഇതിൽ യാതൊരു തെറ്റുമില്ല, ഇതിൽ പറയുന്നത് മുഴുവനും ഖുർആൻ പറയുന്ന നിയമങ്ങളാണ്, ഹദീസ് പറയുന്ന നിയമങ്ങളാണ്, ഇതിൽ പറയുന്നത് മുഴുവനും സത്യം തന്നെ എന്നാണ് ഇട്ടുകൊണ്ടവർ ജനങ്ങളോട് പറയുകയും ചെയ്യും. ഈ സ്വഭാവം ഈ സമുദായത്തിലേക്കും പകർന്നുവെങ്കിൽ സൂക്ഷിക്കണേ, മുസ്ലിം ഉമ്മത്ത് ജാഗ്രത കൈക്കൊള്ളണേ. അപ്പൊ അള്ളാന്റെ ഖുർആനിന്റെ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന ഒന്ന് ഏതാ ഉള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളുടെ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്നത് ഏതാ ഉള്ളത്? ഈ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ചില നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് പറയും, ഈ നിയമങ്ങൾക്കെതിരെ, ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന കിതാബിലുള്ള നിയമങ്ങൾക്കെതിരെ ആയത്ത് കണ്ടാലും സ്വീകരിക്കാൻ പറ്റൂല, ഹദീസ് കണ്ടാലും സ്വീകരിക്കാൻ പാടില്ല. ആയത്തിനെതിരാണെങ്കിലും ഹദീസിനെതിരാണെങ്കിലും ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്ന ചില കിതാബുകളുണ്ട്, ആ കിതാബിലുള്ളതേ സത്യസന്ധതയുള്ളൂ, അതേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ, അതേ നമുക്ക് പിൻപറ്റാൻ നിർവാഹമുള്ളൂ. ഇതിൽ കാണുന്ന ആശയങ്ങൾ ബാഹ്യമായി ആയത്തിനെതിരോ ഹദീസിനെതിരോ എന്നൊക്കെ തോന്നിയാലും അതിലേക്ക് പോകല്ല, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ കിതാബ് മാത്രമേ പിന്തുടരാവൂ എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വിലപ്പെട്ട നിമിഷങ്ങളെ അള്ളാന്റെ ദീനിന്റെ യഥാർത്ഥമായ മാർഗങ്ങളിലേക്ക് പഠിക്കുന്നതിന് തിരിച്ചുവിടുന്നതിന് പകരം അതാ മറ്റു വഴികളിലേക്ക് അവരുടെ ഊർജത്തെയും അവരുടെ ധനത്തെയും അവരുടെ സമയത്തെയും തിരിച്ചുവിട്ടുകൊണ്ടുള്ള അധപ്പതനത്തിലേക്ക് ലോകം നീങ്ങുമ്പോ സലഫി പ്രവർത്തകന്മാർ ഉണർന്നുകൊണ്ട് ജനങ്ങളോട് എന്തു പറയുന്നു? എന്താ അവര് പറയുന്നത്? അവര് പറയുന്നത്, നിങ്ങൾ ഖുർആൻ പഠിക്കണം, നിങ്ങൾ ഹദീസ് മനസ്സിലാക്കണം. ആ ഹദീസും ഖുർആനും സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മനസ്സിലാക്കണം. ചില ആളുകൾ പറയാറുണ്ട്, അതാ സലഫികൾ വന്ന് ആയത്തോതും അവര് ഹദീസ് ഓതും, എന്നിട്ട് അവർക്ക് തോന്നിയ അർത്ഥമാണ് അവർ വെക്കാറുള്ളത്. ഓ ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ ഒരു ഏർപ്പാട് സലഫികൾക്കില്ല. അള്ളാന്റെ കിതാബ് ഓതിയിട്ട് നബി തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ട് അതെങ്ങനെയാണോ മുൻഗാമികൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കലല്ലാതെ സ്വന്തം ഒരു വ്യാഖ്യാനം പറയുന്ന ഏർപ്പാട് സലഫികൾക്കില്ല. അത് സ്വഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, അള്ളാനെ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്, സലഫികൾ ലോകത്തോട് പറയുന്നു, നിങ്ങൾ അള്ളാനെ മനസ്സിലാക്കേണ്ടത് ഈ തലമുറയുടെ ആദ്യത്തെ തലമുറയായ സ്വഹാബത്ത് എങ്ങനെയാണോ അള്ളാനെ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. സ്വഹാബത്ത് മലക്കുകളിൽ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. സ്വഹാബത്ത് കിതാബുകളിൽ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകന്മാരിൽ മുഴുവനും വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. സ്വഹാബത്ത് എങ്ങനെയാണോ പരലോകത്തെക്കുറിച്ച് വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. സ്വഹാബത്ത് എങ്ങനെയാണോ ഖദാ ഖദറിൽ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം. ഇങ്ങനെ വിശ്വാസത്തിന്റെ എല്ലാ ശാഖോപശാഖകൾ നോക്കുമ്പോഴും കർമ്മങ്ങളുടെ കാര്യം നോക്കുമ്പോഴുമൊക്കെ സ്വഹാബത്തിന്റെ ആ യഥാർത്ഥമായ സിദ്ധാന്തങ്ങളിലേക്ക് മടങ്ങണം എന്നാ സലഫികൾ പറയുന്നത്. പക്ഷേ മറ്റുള്ളവരെന്താ പറയുന്നതെന്നറിയോ? അവര് പറയും, ഞങ്ങളാണ് ശരിക്കും സ്വഹാബത്തിനെ മനസ്സിലാക്കിയവര്, ഞങ്ങളാണ് സ്വഹാബത്തിന്റെ ആളുകൾ എന്ന് പറയും, ഞങ്ങളാണ് സ്വഹാബത്തിന്റെ ആളുകൾ എന്ന് അവര് പറയും. വാസ്തവത്തിലോ ആ സ്വഹാബത്തിന്റെ വിശ്വാസം ഇവർക്കില്ല. ആ സ്വഹാബത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലല്ല ഇവരെ മുന്നോട്ട് പോകുന്നത്. ഖുർആൻ അതാ ഒരു കക്ഷികളെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഖുർആൻ പറയുന്നത്? വഇദാ ഖീല ലഹും ആമിനൂ,
കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അള്ളാന്റെ കിതാബ് ഓതിക്കൊടുത്തുകൊണ്ട് ആ കിതാബ് അങ്ങ് കൃത്യമായി ഓതിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ വഇദാ ഖീല ലഹും, അവ ചില മുനാഫിക്കീങ്ങളായ കക്ഷികളുണ്ട് അവിടെ. അവരായത്ത് കേൾക്കുന്നു, ഹദീസ് കേൾക്കുന്നു, അതിന്റെ ആളുകളാണെന്നാണ് വെപ്പ് പുറത്തേക്ക്, പക്ഷേ ഉള്ളിൽ അവരുടെ വിശ്വാസം ശരിയല്ല. അത്തരത്തിലുള്ള കക്ഷികളോട് ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ആമിനൂ, നിങ്ങൾ വിശ്വസിക്കണേ, കമാ ആമനന്നാസ്, സ്വഹാബത്താകുന്ന ജനങ്ങൾ വിശ്വസിച്ചതുപോലെ, ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ. ശരിക്ക് ശ്രദ്ധിച്ചോ, ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ അന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും അല്ലാഹനെ കുറിച്ചും വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നിങ്ങൾ വിശ്വസിച്ചേക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ ഖാലൂ, അവർ തിരിച്ചെന്താ മറുപടി പറഞ്ഞത്? അനുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കണമെന്നോ, ഞങ്ങൾ വിശ്വസിക്കണമെന്നോ, കമാ ആമനസ്സുഫഹാ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. കണ്ടോ, മുനാഫിക്കീങ്ങൾ അന്ന് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ പറയുമ്പോ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഏയ്, ഞങ്ങളെ അതിന് കിട്ടൂല എന്നാണ് പറഞ്ഞത്. ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നു, അല, അറിയുക, ഇന്നഹും, നിശ്ചയമായും അവർ, ഹും, അവര് തന്നെയാണ്, അസ്സുഫഹാ, വിഡ്ഢികൾ അവര് തന്നെയാണ്, വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള തന്റെ ഇടം പോലും അവർക്കില്ലാതെ പോയല്ലോ. ശരിക്ക് ചിന്തിച്ചോ, ഇവിടെ എന്താ ഇവിടുത്തെ പ്രശ്നം? സ്വഹാബത്ത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അള്ളാഹനെ വിശ്വസിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹുവിനുള്ള എല്ലാ ഗുണങ്ങളും, അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അതാ ഖുർആനിൽ പറഞ്ഞതുപോലെ, ഹദീസുകളിൽ വന്നതുപോലെ അപ്പടിയങ്ങ് വിശ്വസിച്ചവരാണ് സ്വഹാബത്ത്. ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ ഒന്നാമത്തെ ആകാശത്തിലേക്ക് യൻസിലു, അവൻ ഇറങ്ങുന്നു. അല്ലാഹു അതാ എല്ലാ രാത്രിയിലും അവൻ അനുയോജ്യമായ നിലക്ക് അതാ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ടവൻ പറയും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പുറത്തു തരണേ എന്ന് ദുആ ചെയ്യാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ, ഞാൻ അവന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാം. ആരുണ്ട് എന്നോട് തൗബ ചെയ്യാൻ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം എന്നിങ്ങനെ പറയുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തപ്പോ ഒരൊറ്റ സ്വഹാബിയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചില്ല, ഓ റസൂലേ, അല്ലാഹ് എങ്ങനെയാ ഇറങ്ങുക? അല്ലാഹ് എങ്ങനെയാണ് ഇറങ്ങുക? എങ്ങനെയാണ് ആ ഇറക്കം എന്ന് ചോദിച്ചില്ല. അതേ അവസരത്തിൽ കാലം കുറച്ച് കഴിഞ്ഞിട്ടതാ ചില പിഴച്ച കക്ഷികൾ രംഗത്ത് വന്നില്ലേ? അതാ ഇന്നും അതിന്റെ അനുയായികൾ ലോകത്ത് ഊര് ചുറ്റുകയാണ്. അവരോട് ഈ ഹദീസ് പറഞ്ഞാൽ അവര് പരിഹസിക്കുന്നു, അവര് കളിയാക്കുന്നു, അവരതാ പുച്ഛിക്കുന്നു. സെലഫികളുടെ അല്ലാഹ് ഇറങ്ങുന്ന അല്ലാഹയാണെന്ന് പറഞ്ഞിട്ട് അവര് പരിഹസിക്കുകയാണ്. അല്ലാഹ് എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വരും. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, അല്ല മാഷേ, അല്ലാഹ് ഒന്നാം ആകാശത്തിലേക്ക് എല്ലാ രാത്രി ഇറങ്ങി വരികയാണെങ്കിൽ അമേരിക്കയിൽ രാത്രിയാകുമ്പോ അല്ലാഹ് ഇറങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാകുമ്പോ? അപ്പോഴായി മാഷ ആലോചിക്കുന്നത്, ഞാൻ മുജാഹിദായി കുടുങ്ങിയല്ലോ. കാരണം ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെ രാത്രിയും പകലും. ഇവിടെ രാത്രിയും വേറെ സ്ഥലത്ത് പകലി, വേറെ സ്ഥലത്ത് രാത്രിയും ഇവിടെ പകലി. അല്ലാഹ് എല്ലാ രാത്രിയും ആകാശത്തുനിന്ന് ഇറങ്ങിയൊരു എന്ന് പറഞ്ഞാലോ, അല്ലാഹ് എല്ലാ മിനിറ്റിലും ഇറങ്ങണോ? പിന്നെ കയറലുണ്ടാവില്ല. അല്ലാഹ് ഇങ്ങനെ കറങ്ങനെ തൊട്ടിലല്ലേ അല്ലാഹ് ഇങ്ങനെ ചുറ്റന്നെ അല്ലാഹ്. ഓ മുജാഹിദേ, ഓ സലഫികളെ,
നിങ്ങളുടെ അള്ള ഏത് രാത്രിയിലാ ഇറങ്ങാ? അമേരിക്കയുടെ രാത്രിയിലാണോ? ഇന്ത്യൻ രാത്രിയിലാണോ? യൂറോപ്യൻ രാത്രിയിലാണോ? ഏത് നാട്ടിലെ രാത്രിയിലാ അള്ള ഇറങ്ങാ? അപ്പൊ ലോകത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പകലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് രാത്രിയാണ്. ഇപ്പോൾ ഇവിടെ രാത്രിയാണെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് പകലാണ്. ഇങ്ങനെ ഇടക്കിടക്ക് രാത്രി ഇങ്ങനെ എപ്പോഴും തീരാതെ ഒരു ഭാഗത്തുണ്ടാകുമ്പോ നിങ്ങളുടെ അള്ളാഹ്ക്ക് ഇറങ്ങലല്ല കറങ്ങലല്ലേ പണിയുണ്ടാകൂ. അതുകൊണ്ട് എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങളുടെ ഈ വിശ്വാസം, അള്ള ഇറങ്ങും എന്ന വിശ്വാസം വിഡ്ഢികളുടെ വിശ്വാസം തന്നെ. ഇതാണെന്ന് മുനാഫിക്കും പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെ, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് അങ്ങ് പറഞ്ഞപ്പോ ഒരു സ്വഹാബിയും അതിനെ കളിയാക്കിയിട്ടില്ല, ഒരു സ്വഹാബിയും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യാതെ അല്ലാഹ് എന്താണോ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, അത് അപ്പടിയങ്ങ് നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിലിട്ട് കിഴുക്കി കുറിക്കാതെ നമ്മുടെ ബുദ്ധിയിലിട്ട് കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യാതെ ഉള്ളത് പോലെ അങ്ങ് വിശ്വസിക്കണേ. അതാണ് സ്വഹാബത്തിന്റെ രീതി. ആ മാർഗത്തിലേക്ക് വരൂ എന്നവരോട് പറയപ്പെട്ടാൽ ഇന്നത്തെ കക്ഷികളതാ അവരുടെ അന്നത്തെ നേതാക്കന്മാര് പറഞ്ഞ അതേ മറുപടി പറയുകയാണ്. ഓ മുജാഹിദേ, നിങ്ങളുടെ ഈ വിഡ്ഢിത്തരം വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അവർക്കാണല്ല മറുപടി പറഞ്ഞത്. അവരാണ് വിഡ്ഢികൾ. പക്ഷേ ഞങ്ങൾ വലിയ വിഡ്ഢിത്തത്തിലാണെന്ന വിവരം പോലും ഇല്ലാതെ പോയല്ലോ. വല്ലാത്ത കഷ്ടം തന്നെ. നിങ്ങൾ നോക്കൂ, ഇന്നും ആളുകൾ പരിഹസിക്കാം. ചില മുസ്ലിയാക്കന്മാർ സ്റ്റേജുകളിൽ കയറിയിട്ട് മുജാഹിദിന്റെ അല്ലാഹ് ഇങ്ങനെ ഇറങ്ങുന്ന അല്ലാഹ് കറങ്ങുന്ന അല്ലാഹ് എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് സഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സലഫികൾ. അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ചില ആളുകൾ അതിനെ പരിഹസിക്കുകയാണ്. എത്രത്തോളം അല്ലാഹുവിന് യദുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹു അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ, പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും എന്തൊക്കെയാണോ അല്ലാഹുവിനെ കുറിച്ച് വന്നതെങ്കിൽ അത് വിശ്വസിച്ചതിന്റെ പേരിൽ അതാ തുമ്പിക്കൈയും അതുപോലെ തന്നെ 4 കൈയും 4 തലയുമൊക്കെയുള്ള ചില ആളുകളുടെ ചിത്രങ്ങൾ സ്റ്റേജിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അതാ മുജാഹിദിന്റെ അല്ലാഹ് ഏകദേശം ഇതുപോലെയാണെന്ന് ഗണപതിയുടെ വിഗ്രഹത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ പടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാ മുജാഹിദിന്റെ അല്ലാഹ് ഏതാണ്ട് ഇതുപോലെയാണെന്ന് ചിത്രവും പോസ്റ്ററും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ സ്വഹാബത്തിന്റെ വിശ്വാസത്തെ പരിഹസിക്കുന്ന സഖാഫിമാര് ജീവിച്ചിരിക്കുന്ന ലോകത്താ നമ്മളും ജീവിക്കുന്നതെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ എൻ്റെ മുഅ്മിനുകളോട് പറയുന്നു. ശരിക്കും മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് സലഫികൾക്ക് പുതിയ ഒരു വിശ്വാസവുമില്ല. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, ഇമാമീങ്ങൾ വിശ്വസിച്ചതുപോലെ, താബീകൾ വിശ്വസിച്ചതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് അവരതാ അവരുടെ വകയായിട്ടൊന്നും കൂട്ടിപ്പറയാതെ വ്യാഖ്യാനിക്കാതെ ആശയത്തെ തെറ്റിച്ച് മറ്റൊരാശയത്തിലേക്ക് കൊണ്ടുപോകാതെ ഖുർആനിലും ഹദീസിലും വന്നത് അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു. ഈ നയമായിരുന്നു സഹാബത്തിന്റെ നയം. ശരിക്കും മനസ്സിലാക്കിക്കോ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികനായ അല്ലാഹു അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന ആയത്ത് അവർ കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സഹാബിക്കും ഒരു സംശയവും തോന്നിയില്ല. എങ്ങനെയാണ് ആ ഇരുത്തം, എങ്ങനെയാണ് ആ ഉപവിഷ്ടനാകൽ എന്നവരാരും ചോദിച്ചില്ല. ആ ഇസ്തിവാ എങ്ങനെയാണ് അവരതാ കേട്ടത് അപ്പടി അങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം അത് നമുക്ക് മനസ്സിലാകില്ലല്ലോ. അള്ളാഹിനെ പറ്റി പറഞ്ഞതായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും നിവൃത്തിയില്ലല്ലോ. അങ്ങനത്തെ തലമുറ കഴിഞ്ഞപ്പോ പിന്നീടതാ പിഴച്ച ചില കക്ഷികൾ വരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലതാ അവിടുന്ന് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സദസ്സിൽ വെച്ച് മഹാനവറുകളതാ റഹ്മാനു അലൽ
അലൽ അർശി ഇസ്തവാ, പരമകാരുണികൻ സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നായത്തോതിയപ്പോ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, കൈഫ, അതെങ്ങനെ അന്നൊരുത്തൻ എണീറ്റ് ചോദിച്ചതാണ്. ആ അവസരത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എന്താണ് പറഞ്ഞത്? അൽ ഇസ്തിവാഉ മഅലൂം, ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെട്ട സംഗതിയാണ്. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വൽ കൈഫിയത്തു മജ്ഹൂൽ, അള്ളാഹിന്റെ ഉപവിഷ്ടനാകൽ എങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ. എന്നാലോ നമുക്കറിയില്ലെന്ന് വിചാരിച്ച് അത് തള്ളണോ? ഒരിക്കലും തള്ളിക്കൂടാ. കാരണം അല്ലാഹ് പറഞ്ഞതായതുകൊണ്ട് വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ അടിയുറച്ച് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്ആ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൽ, എങ്ങനെയാണ് ആ ഇരുത്തം, എങ്ങനെയാണ് ഇറങ്ങലെന്നൊക്കെ ആ ചോദ്യം ചെയ്യലില്ലേ, അത് പുതിയ ആചാരമാണ്. എന്താ അവിടുന്ന് പഠിപ്പിച്ചത്? അതിനെ ചോദ്യം ചെയ്യലും പരിഹസിക്കലും ഒക്കെ പുത്തനാചാരാണ്. സ്വഹാബത്തിന് ആ പരിപാടി ഉണ്ടായിരുന്നില്ല, അവരത് അപ്പടി വിശ്വസിച്ചതാണെന്നർത്ഥം. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി സദസ്യരോട് പറയുകയാണ്, അവനെ പിടിച്ചു പുറത്താക്കൂ, എന്റെ ദർസിലിരിക്കാൻ അവൻ യോഗ്യനല്ല, അവൻ കുഴപ്പക്കാരനാണ്, അവൻ ഫിത്നക്കാരനാണ്, അവൻ പുത്തൻ കമ്പനിയാണ്, അവൻ മുബ്തദിയാണ്. നിങ്ങൾ നോക്കണം, ഈ സമുദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വസിച്ചതിന്റെ പേരിൽ അതാ ഹൈന്ദവ സഹോദരങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുജാഹിദേ, ഓ സലഫികളെ, നിങ്ങളുടെ അള്ള ഏതാണ്ട് ഇങ്ങനെയാണല്ലേ എന്നും പറഞ്ഞ് പരിഹസിക്കുന്നുവെങ്കിൽ ആ പരിഹാസം മുഴുവനും പാവപ്പെട്ട ഞങ്ങളുടെ നേരെയല്ല വന്നു മുട്ടുന്നത്. ഞങ്ങളുടെ നേതാവായ, ഞങ്ങളുടെ നേതാക്കളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബത്തടക്കമുള്ള നല്ലവരിലേക്കാണ് ആ പരിഹാസം ചെല്ലുന്നതെന്ന് നന്നായി മനസ്സിലാക്കിക്കോ. ഇനി സഹോദരങ്ങളെ, സ്വഹാബത്ത് എങ്ങനെയാ അള്ളാനെ മനസ്സിലാക്കിയത്? അള്ളാനെ ചില കമ്പനി ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ലോകത്ത് ശിർക്കുണ്ടായത്. ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അവർ അള്ളാനെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കാത്തതാണ് കുഴപ്പം പറ്റിയത്. അള്ളാനെ കണക്കാക്കേണ്ട നിലക്ക് അവർ കണക്കാക്കിയില്ല. അള്ള എന്താണ്, അള്ള ആരാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചതാ എത്രയോ ധാരാളക്കണക്കിന് നല്ല നല്ല പേരുകളാണ് അള്ളാഹുവിനുള്ളത്. അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ പേരുകൾ, എന്തൊരു സുന്ദരമായ പേരുകൾ നമ്മുടെ റബ്ബിന്റെ പേരുകളതാ. ഓരോ പേരുകളും മുസ്ലിമേ ഒരു വസിയത്തായിക്കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, എൻ്റെ പെങ്ങന്മാരോട് പറയട്ടെ, എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, അല്ലാഹുവിൻ്റെ ഓരോ പേരുകളും നിങ്ങൾ പഠിക്കണം. എന്തിനാ അത് പഠിക്കുന്നത്? അള്ളാഹിന്റെ ഓരോ പേരും പഠിക്കും തോറും അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിക്കും തോറും നമുക്ക് അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കൂടുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. അള്ളാഹു സമീആണ്, അള്ള എല്ലാം കേൾക്കുന്നവനാണ്, അള്ള എല്ലാം കേൾക്കുന്നവനാണ്. ബസീർ, അള്ള എല്ലാം കാണുന്നവനാണ്. ഖദീർ, അള്ള എല്ലാത്തിനും കഴിവുള്ളവനാണ്. അലീം, അള്ള എല്ലാം അറിയുന്നവനാണ്. ഇതൊരു മുസ്ലിം അങ്ങ് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമിന് തെറ്റ് ചെയ്യാൻ സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? അള്ള കാണൂലേ? ഞാൻ എവിടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും അള്ള കാണില്ലേ? അള്ള എന്നെ അറിയുന്നില്ലേ? എൻ്റെ ശബ്ദം അള്ള കേൾക്കില്ലേ? എൻ്റെ വികാരങ്ങൾ പോലും അവൻ അറിയില്ലേ? എൻ്റെ എല്ലാം അറിയുന്ന നാഥനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു അണുത്തൂക്കം പോലും പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ, ആ റബ്ബിൻ്റെ നോട്ടത്തിൽ നിന്നൊഴിവാകാൻ എനിക്ക് സാധ്യമല്ലെങ്കിൽ, ആ റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ നിന്നൊഴിവായിക്കൊണ്ട് എനിക്കിരിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ പറയാൻ പാടില്ല, ഞാൻ ഒറ്റക്കാണെന്ന് പറയാൻ പാടില്ല. വലാകിൻ ഖുൽ അലയ്യ റഖീബോ ഇദാ മാ ഖലൗത الدهر يوما فلا تقل
ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബോ. നീ ഒറ്റക്കൊരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ പോലും നീ പറയരുത് ഞാൻ ഒറ്റക്കാണെന്ന്. പിന്നെ എന്താ നീ പറയേണ്ടത്? അലയ്യ റഖീബ്, നിരീക്ഷകനായിട്ട് എൻ്റെ റബ്ബന്റെ കൂടെയുണ്ട്. ഇങ്ങനെ ഓരോന്നും അള്ളാഹിനെ പറ്റി അങ്ങ് വിശ്വസിച്ചാൽ, വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ മറ്റൊരാളോട് ചോദിക്കാൻ ധൈര്യപ്പെടുമോ? അള്ള കാണും പോലെ കാണുമെന്നൊരാളെ കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അള്ള കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന് വിശ്വസിച്ചാൽ ശരിയാകുമോ? പിന്നെ എന്തിനാ നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്? അള്ള കാണും, മറ്റുള്ളവരും കാണുമെന്നാണോ? അള്ളയെല്ലാം കേൾക്കും, വേറുള്ളവരും കേൾക്കുമെന്നാണോ? അള്ള അറിയും, വേറുള്ളവരും എല്ലാം അറിയുമെന്നാണോ? അള്ളാഹ്ക്കും കഴിവുണ്ട്, വേറുള്ളവർക്കും കഴിവുണ്ട് എന്ന് വിശ്വസിക്കലാണോ? അല്ലല്ലോ. അള്ളാഹിനെ പറ്റി എന്ത് വിശ്വസിക്കുമ്പോഴും അത് അള്ളാഹ്ക്ക് മാത്രമാണ്. എല്ലാം കേൾക്കുന്നവൻ അവനാണ്, എല്ലാം കാണുന്നവൻ അവനാണ്, എല്ലാം അറിയുന്നവൻ അവനാണ്, എല്ലാത്തിനും ഖുദ്റത്തുള്ള ഖദീറും അവനാണ്. അതേ അവസരത്തിൽ അള്ളാഹിനെ പോലെ കാണുന്ന ശൈഖുണ്ടെന്നോ, അള്ളാഹിനെ പോലെ കേൾക്കുന്ന തങ്ങളുണ്ടെന്നോ, അള്ളാഹിനെ പോലെയൊക്കെ അറിയാവുന്ന വേറെ ഏതെങ്കിലും ഔലിയപ്പാപ്പയോ ബീവിയോ ഉണ്ടെന്നോ, ബാബയോ അതുപോലെ തന്നെ ബീവിയോ ഒക്കെ ഉണ്ടെന്നോ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് എതിരല്ലേ? അത്തരക്കാര് അള്ളാഹിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സ്വഹാബത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത്? സ്വഹാബത്ത് അള്ളാഹിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അതാ മഴ തരുന്നവൻ അള്ളയല്ലേ. അറേബ്യൻ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചു മഴ പെയ്യിക്കുന്നത് അള്ളയാണെന്ന്. എന്നാലോ നമ്മുടെ ചില ആളുകളതാ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ മദ്ഹ് പറയുകയാണ് എന്നാണ് പേര്. എന്നാൽ അള്ള പൊറുക്കാത്തതാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നത്. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, യാ ഖുത്ബാഹിലിസ് സമാ വല്ലർദി ഗൗസഹുമാ യാ ഫൈദ ഐനൈ വജൂദൈഹിം വഗൈസഹുമാ يا ابن العليين قد أحرزت إرثهما يا خير من كان يدعى محي الدين. എന്താണ് ഇതിന്റെ ആശയം എന്ന് കേട്ടോ? ആകാശഭൂമികളുടെ കുത്തുബും ഗൗസുമായ മഹാനവറുകളെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാണ്. എന്താ വിളിച്ചത്? ആകാശഭൂമികളുടെ കുത്തുബും ഗൗസുമായ മഹാനവറുകളെ, അഥവാ ആകാശഭൂമികളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി നടപ്പിൽ വരുത്തുന്ന അച്യുതണ്ടാണ്, അതിൻ്റെ എല്ലാ കേന്ദ്രബിന്ദുവാണ് ശൈഖ് ജീലാനി. അതാണ് വിളിച്ചത്. ഇനി അടുത്തതെന്താ വിളിക്കുന്നത്? ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക്, ശരിക്ക് കേട്ടോ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ആകാശഭൂമികളിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ നിലക്ക് അരുവി, മഴ, വെള്ളം ഇതൊക്കെ ഒഴുക്കിത്തരുന്ന മഹാനവറുകളെ. ആരെയാ വിളിക്കുന്നത്? അള്ളാനെയാണോ? അല്ലല്ലോ. മുഹീദ്ദീൻ ശൈഖിനോടാ പറയുന്നത്, നിങ്ങളാ ഞങ്ങൾക്ക് മഴ ഒഴുക്കി തരുന്നത്, നിങ്ങളാണ് അരുവി ഒഴുക്കുന്നത്, നിങ്ങളാണ് വെള്ളം തരുന്നത്. ഈ വിശ്വാസം അറേബ്യൻ മുശ്രിക്കുകൾ പോലും വെച്ചു പുലർത്തിയിട്ടില്ലല്ലോ. അറേബ്യൻ ജാഹിലിയ ജനങ്ങളോട് ആരാണടോ നിങ്ങളെ പടച്ചത്, ആരാണ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് വെള്ളം ഇറക്കി തരുന്നതെന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞല്ലോ അള്ളയാണെന്ന് അവരും പറഞ്ഞില്ലേ. ആ ഒരവസ്ഥ അന്നത്തെ ജനങ്ങൾക്കുണ്ടായി. അതിനേക്കാൾ മോശമായി തീരുകയാണോ? അതിനേക്കാൾ അവസ്ഥ പരിതാപകരമാവുകയാണോ? ഇവിടെ എന്തൊന്ന് നടക്കുകയാണെങ്കിലും അവർ പറയുന്നു ഇവിടെ ഒരു പാർലമെന്റ് ഉണ്ട് പോലും. ഞാൻ ഇവിടുത്തെ മന്ത്രിസഭയുടെ ഭൗതിക ഗവൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്. അതാ ഈ പിഴച്ച കക്ഷികൾ പറയുന്നു അള്ള ഒരു കാര്യം ഇവിടെ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ചാൽ ഇവിടെ യഥാ 300 ചില്ലാനം വരുന്ന ഒരു ക്യാബിനറ്റ് വകുപ്പുണ്ട് പോലും അവരെ നമുക്ക് കാണാൻ കഴിയൂല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ കുത്തുബുൽ അഖ്താബുകളുടെ അതാ സമ്മേളനം നടക്കുന്നുണ്ട് പോലും നമുക്ക് കാണാൻ കഴിയാത്ത സമ്മേളനം
സാധനം അദൃശ്യ പുരുഷന്മാരാണ് അവര്, നമുക്കവരെ കാണാൻ കഴിയൂല. ഔലിയാക്കന്മാരുടെ പാർലമെന്റാണ് പോലും. ആ പാർലമെന്റാണ് അത്രേ ലോകത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ക്യാബിനറ്റിലാണ് തീരുമാനിക്കുന്നത്. അതിന്റെ നേതാവാണ് ഖുത്ബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതിന്റെ താഴെ ഔതാദുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം, അതിന്റെ താഴെ നുഖബാ നുജബാ അബ്ദാൽ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കുറെ പ്രത്യേക പദവികൾ ഇട്ടുകൊണ്ട് ഒരു പാർലമെന്റും ഒരു മന്ത്രിസഭയും ഒക്കെ ഉണ്ടത്രേ ഈ ലോകത്ത്. അവരിലൂടെയാണത്രേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണോ? ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്തരത്തിലൊരു ഔലിയ പാർലമെന്റിൽ വിശ്വസിച്ചയാളാണോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു പാർലമെന്റിൽ വിശ്വസിച്ചയാളാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ റിജാലുൽ ഗൈബ് എന്ന ക്യാബിനറ്റിൽ വിശ്വസിച്ചയാളാണോ? അലി റളിയല്ലാഹു തആല അൻഹു ഈ റിജാലുൽ ഗൈബ് എന്ന ക്യാബിനറ്റ് വകുപ്പിൽ വിശ്വസിച്ചവരാണോ? സലഫികളുടെ വിനയത്തോടെയുള്ള ചോദ്യമാണ്. ആ സ്വഹാബത്തിനില്ലാത്ത ഒരു വിശ്വാസം ഈ സമുദായത്തിലേക്ക് കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല. അത്തരക്കാരോട് ഞങ്ങൾ പറയുന്നു, ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. അവരോട് ആ സലഫികൾ പറയുന്നത്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ. ഒരു സഹാബിയും ഖുത്ബിൽ വിശ്വസിച്ചിട്ടില്ല, സഹാബാക്കളൊന്നും. എന്നിട്ട് ഇവർ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വല്ല ആവശ്യങ്ങളുമുണ്ടെങ്കിൽ, നമ്മളോട് പറയാണ്, ഇവർ എഴുതി പറയുകയാണ്, ഇവരതാ പ്രത്യേകമായി അവരുടെ മാസികയിൽ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളുമുണ്ടെങ്കിൽ നിങ്ങളതാ രാത്രിയിൽ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്തു ചെയ്യണം? ഇവർ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു പട്ടികയും തയ്യാറാക്കി, ആ പട്ടികയിൽ ഒരു മാസത്തിൽ ഓരോ ഡേറ്റിലും ഇവർ ഈ പറയുന്ന ഈ പാർലമെന്റ്, ഔലിയാക്കന്മാരുടെ പാർലമെന്റ് കൂടുന്ന, സമ്മേളനം കൂടുന്ന ദിക്കും ദിശയുമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഏതാ ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ 23-ാം തീയതി ആണെങ്കിൽ 23-ാം തീയതി എവിടെയാണ് ഈ പാർലമെന്റ് കൂടുന്നത് എന്ന് അവരിറക്കിയ പട്ടികയിൽ നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. എന്നിട്ട് പഠിച്ചിട്ടോ ആ ഔലിയാക്കന്മാരുടെ പാർലമെന്റ് കിഴക്ക് ഭാഗത്താണ് ഇന്ന് കൂടുന്നതെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് യാ റിജാലുൽ ഗൈബ്, ഓ അദൃശ്യ പുരുഷന്മാരെ, ഔലിയാക്കളെ, നുഖബാക്കളെ, നിങ്ങളെ ഞങ്ങൾക്ക് കാണാനാവില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ എന്നവരെ വിളിച്ചു തേടിക്കോ, നിന്റെ കാര്യങ്ങൾ ശരിയാകുമെന്ന് എഴുതി പഠിപ്പിക്കുന്നു. സലഫികളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവർ ചിന്തിക്കണം. ഈ കാണുന്ന കന്നഡ പത്രം നിനക്ക് കന്നഡ ಗೊತ್ತಿಲ್ಲ, എനിക്ക് തിരിയൂല, പക്ഷെ നിങ്ങൾക്കറിയാലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിലൊരു ഭീഷണി. നമ്മുടെ പ്രവർത്തകന്മാർ വന്നിട്ട് പറഞ്ഞു, സലഫികളുടെ സമ്മേളനത്തിനൊരു ഭീഷണി ഉണ്ട്. എന്താ ഭീഷണി? ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ വിവരറിയും, അവരെ തെറി പറഞ്ഞാൽ, അവരെ കുറ്റം പറഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ഉത്തരവാദിയാവില്ല എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുമെന്ന മട്ടിൽ. ഓ പ്രിയപ്പെട്ട സഹോദര, ഓ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ പ്രമേയം പാസാക്കാനും അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആലോചിക്കണ്ടേ, ഈ സലഫികൾ ഏത് ഔലിയാക്കളെയാ ചീത്ത പറഞ്ഞത്? സലഫികൾക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ടോ? സലഫികൾ ഔലിയാക്കളെ തെറി പറയാറുണ്ടോ? ഇല്ല. മറിച്ച് സലഫികൾ ഒരു കാര്യം പറയും. അതെന്താ? അള്ളാനെ വിളിച്ചു പ്രാർത്ഥിക്കും പോലെ നിങ്ങൾ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അതവരെ തെറി പറയലാണോ? അള്ളാനെ ആരാധിക്കും പോലെ നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കരുതെന്ന് നിങ്ങളും പറയുന്നില്ലേ? അത് തെറിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനെയും പടച്ചിട്ടില്ല, പടച്ചവൻ അള്ളയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തെറി പറയലാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഒരു പുൽക്കൊടിയെ പോലും പടച്ചിട്ടില്ല. പടച്ച റബ്ബ് അള്ളാഹ് മാത്രമാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊച്ചാക്കലാണോ? അവിടുത്തെ പൊച്ചിക്കലാണോ? അവിടുത്തെ വിമർശിക്കലാണോ? ഒരിക്കലുമല്ല. ഉള്ള ഒരു സത്യം പറയലല്ലേ ഇതേ സലഫികൾ ചെയ്യുന്നുള്ളൂ. മറിച്ച് ഈ പറയുന്ന കക്ഷികളോ, ഈ പറയുന്ന കക്ഷികളാണ് ഔലിയാക്കന്മാരെ പച്ചയായി തെറി പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്രസിദ്ധീകരിക്കുന്ന, ഇത് കേട്ട പത്രക്കാരായ പത്രപ്രവർത്തകന്മാരായ സഹോദരങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം.
നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞില്ലേ, സലഫികൾ ഇങ്ങനെ ഔലിയാക്കളെ തെറി പറയുന്നവരാണ് അല്ലെ, പറഞ്ഞില്ലേ? എങ്കിൽ ചോദിക്ക്, എവിടെയാണ് സലഫികൾ ഔലിയാക്കളെ? ആരാ അവർ വ്യക്തിപരമായിട്ട് വല്ലതും പറഞ്ഞു? അതേ അവസരത്തിൽ ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറുകക്ഷി, ഇവർ രണ്ട് ഗ്രൂപ്പില്ലേ, EKP, ആ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളതാ ഒരു ഗ്രൂപ്പ് ഔലിയായിട്ട് വിശ്വസിക്കുന്നവരെ മറ്റേ ഗ്രൂപ്പ് തെറി പറയും, ഈ ഗ്രൂപ്പ് ഔലിയായിട്ട് വിശ്വസിക്കുന്നവരെ മറ്റേ ഗ്രൂപ്പും തെറി പറയും. ഇങ്ങനെ പരസ്പരം തെറി പറയുന്നതിന് ഒരു ഉദാഹരണം കേൾക്കണോ? കേട്ടോ, നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കി വെച്ചോ. എന്താണ് ഉദാഹരണം? അതാ ഈ കാസർഗോഡിനടുത്ത് കോട്ടിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോട്ടിക്കുളത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ഖാദിരിയാണ്, അസീസ് ഖാദിരി. ഈ അസീസ് ഖാദിരി എന്ന് പറയുന്നയാള്, ഈ അസീസ് ഖാദിരി എന്ന് പറയുന്ന മനുഷ്യനെ, അയാൾ ഇപ്പൊ മരിച്ചുപോയി, ഇപ്പൊ ഇല്ല. അയാള് വലിയ ഔലിയയാണെന്നാണ് ഏപ്പിക്കാരന്റെ വിശ്വാസം. ഉള്ളാള് തങ്ങളും കാന്തപുരവും ഒക്കെ അയാളെ പറ്റി വിശ്വസിക്കുന്നത് അയാൾ വല്ലാത്ത ഔലിയയാണെന്നാണ്. നിസ്കരിക്കൊന്നുമില്ലട്ടോ, അപ്പോഴല്ലേ യഥാർത്ഥ ഔലിയ ആവുള്ളവരുടെ വീക്ഷണത്തിൽ. നിസ്കാരമൊന്നുമില്ല, ഉപ്പരിങ്ങനെ കുളത്തിലിറങ്ങി കിടക്കില്ല, ജമാഅത്തിനൊന്നും പോവില്ല. അപ്പൊ ആള് മഹാമോശാണ്. ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പാന്നാ പറയാ അല്ലേ, അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും. എന്തായി കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ, ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയാ എന്ത് അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു, അപ്പൊ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനോട് എടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ വരുന്നുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്താ, നിസ്കരിക്കൂല, ശരീഅത്തില്ലാത്തവനെ സ്വീകരിക്കുന്നത് എങ്ങനെ? ആ നിലക്കുള്ള ഒരാളെ ആ ഔലിയായിട്ട് കൊണ്ട് നടക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഏപ്പിക്കാര് വല്ലാത്ത ഔലിയായിട്ട് കൊണ്ട് നടക്കുന്നയാളാണ് ഈ അസീസ് ഖാദിരി. അപ്പൊ ഈ പ്രമേയം പാസാക്കി പത്രക്കാരനോട് ഈ വർത്താനം പറഞ്ഞ ചങ്ങാതിക്കുമെന്ന് ചിന്തിച്ചൂടെ? ഇവരെന്താ എഴുതിയത് ഈ അസീസ് ഖാദിരിയെ കുറിച്ച്? മറ്റേ വിഭാഗം കാര്യമായി ഔലിയായിട്ട് കൊണ്ട് നടക്കുന്നയാളെ പറ്റി. ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔകാമുദില്ലിൽ പാതിരി, ഓഹോ ഇതെന്തൊരു മാതിരി. ഇതാരാ പാടിയത്? ഈക്കക്കാരൻ ഏപ്പിക്കാരന്റെ ഔലിയയെ തെറി പറഞ്ഞുകൊണ്ട് പാടുകയാണ്. നിഷേധിക്കാനാകുമോ ഫൈസി? പത്രക്കാരന്റെ മുമ്പിൽ പോയിട്ട്, ഓ സലഫികളെ, 23-ാം തീയതി സമ്മേളനത്തിൽ നിങ്ങൾ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളതാ വേണ്ടതുപോലെ വേണ്ടതെന്താണെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാലൊന്നും സലഫികൾ ചൂളില്ല. ഈ ഹഖ് ഖിയാമത്ത് നാൾ വരെ ഈ സലഫികൾ വിളിച്ചു പറയും, ഞങ്ങൾ ഭയപ്പെടുന്നത് അല്ലാഹനെ മാത്രമാണ് കേട്ടോ, ഞങ്ങളൊരു ഔലിയാക്കളെയും തെറി പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഇവരെന്താ പറയുന്നത്? ഖദ് ജാഅ ഫീനാ ഖാദിരി, ഞങ്ങളിൽ ഒരു ഖാദിരി വന്നിരിക്കുന്നു. മറ്റേ ആളെ പറ്റി പാടുക. ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി, കഴുതയെ പോലത്തെ ഒരു മനുഷ്യൻ, കഴുതയെ പോലത്തെ ഒരു മനുഷ്യൻ. ഔകാമുദില്ലിൽ പാതിരി, ഓഹോ ഇതെന്തൊരു മാതിരി. ജനങ്ങളെ പഴപ്പിക്കുന്ന ഒരു പാതിരി അച്ഛനാണ് ഈ ഖാദിരി. ഇത് ഖാദിരിയല്ല, പാതിരി അച്ഛനാണേ, ഇതെന്തൊരു മാതിരി അച്ഛനാണേ എന്ന് ഖാദിരിയെ കുറിച്ച് പാടുന്നു. ഇല്ലേ? ഇത് പത്രക്കാരോട് പറഞ്ഞ ഫൈസി എന്ന് പറയുന്ന ആളും പറയണം, ഞങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ല. ഇനിയോ മറ്റേ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ ഔലിയാനെ തെറി പറഞ്ഞിട്ടില്ലേ? അതാ ഏപ്പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ തെറി പറഞ്ഞെങ്കിൽ ഇനി അതാ ഈ വിഭാഗം വലിയ ഔലിയായിട്ട് കാണുന്നയാളാണ് ശംസുൽ ഉലമ എന്ന പേരുള്ളവർ പറയുന്ന EK അബൂബക്കർ മുസ്ലിയാരി. ശംസുൽ ഉലമ എന്നവർ പറയുന്ന EK അബൂബക്കർ മുസ്ലിയാർ അവരുടെ കണ്ണിൽ വലിയ ഔലിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ, ആ ഔലിയയുടെ പേരിൽ മൗലിദ് വരെ EKക്കാർ ഇറക്കിയിട്ടുമുണ്ട്. ആ ആളെ കുറിച്ച് മറ്റോരെന്താ പറഞ്ഞത്? ശംസുൽ ഒലക്ക. ഞാൻ പറഞ്ഞതാ ശംസുൽ ഒലക്കാൻ, ഒരു ഔലിയനെ മറ്റേ ആള് പറയാ ശംസുൽ ഒലക്ക. മാത്രല്ല മുനാഫിക്കാണെന്നെഴുതി, ജനറൽ ജാഹിലാണെന്നെഴുതി. അതാ
പണത്തിന്റെ കിലുക്കം കേട്ടാൽ ദീനിന്റെ ഫത്വ മാറ്റുന്ന അവസരവാദിയാണെന്ന് എഴുതി. ഇത് മുജാഹിദ് എഴുതിയിട്ടുണ്ടോ? സലഫികൾ എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞങ്ങൾ അല്ലാഹ് പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഓ നബിയേ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കൂല. ഇതാപ്പ സലഫികൾ ഔലിയാക്കന്മാരെ തെറി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതേ അവസരത്തിൽ ഞങ്ങൾ നിസ്കരിക്കാത്ത ഔലിയാക്കൾ ഉണ്ടെങ്കിൽ പറയും അയാൾ നിസ്കരിക്കൂല. അത് തെറിയാ? അത് തെറിയാണോ? നിസ്കരിക്കാത്ത ഔലിയാക്കന്മാരാണ് പോലും. സ്വഹാബത്ത് അങ്ങനെ വിശ്വസിച്ചോ? ആദ്യത്തെ സമുദായത്തിന്റെ ആദ്യക്കാരിൽ നന്നായതുപോലെ നമ്മളും നന്നാകൂ. അതാ നമ്മുടെ വിഷയം. മുസ്ലിം സമുദായം അന്നും ഇന്നും ഈ സമുദായത്തിന്റെ നമ്മുടെ നേതാക്കന്മാര് സ്വഹാബത്ത. സ്വഹാബത്തിന്റെ കാലത്ത് നിസ്കരിക്കാത്തൊരു ഔലിയ ഉണ്ടായിരുന്നോ? ഉണ്ടോ? നിങ്ങൾ ആലോചിക്കും. നിഷ്പക്ഷരായ ഉമ്മപെങ്ങന്മാര്, സഹോദരീ സഹോദരങ്ങൾ, എന്റെ ശബ്ദം ദൂരെ നിന്നെങ്കിലും ശ്രവിക്കുന്ന സഹോദര, സർവ മുൻവിധികളും മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞിട്ട് ഒന്ന് കണ്ണും കാതും കൽബും ഈ ശബ്ദത്തിലേക്കൊന്ന് കൊടുക്ക്, ചിന്തിക്ക്. അല്ലാഹ് തന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. സ്വഹാബത്തിന്റെ കാലത്ത് നിസ്കരിക്കാത്ത ഒരു വല്ലരും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് മുനാഫിക്ക. മുനാഫിക്ക് നിസ്കരിച്ചിട്ടില്ല. പിന്നാരാ? കാഫിർ, അവർ നിസ്കരിച്ചിട്ടില്ല. പിന്നാരാ? മുശ്രിക്ക്, അവർ നിസ്കരിച്ചിട്ടില്ല. പിന്നാരാ? യഹൂദി, പിന്നെ നസ്രാനി, അതൊക്കെ വേറെ കമ്പനി. മുസ്ലിമീങ്ങളോടാ ചോദിക്കുന്നത്. മുസ്ലിമായിട്ട് ജീവിച്ച ആരാണ് നിസ്കരിക്കാതിരുന്നത്? ഇല്ല, എല്ലാവരും നിസ്കരിച്ചു. എല്ലാവരും നിസ്കരിക്കണത് എല്ലാവരും കണ്ടു. നിസ്കരിക്കണത് മാത്രം കാണൂല, സാപ്പാട് കഴിക്കുന്നത് കാണും. അങ്ങനത്തെ ഒരാൾ അന്നുണ്ടായിട്ടില്ല. ഇപ്പൊ ചില ആളുകൾ പറയണേ ഞങ്ങൾ ഔലിയാന്ന് പറഞ്ഞ 40 തടിയാണ്, 40 തടിയാ. ചിലര് പറയുന്നത് കുറച്ചും കൂടി അതിര് കവിഞ്ഞിട്ട് പറയും 40 അല്ലേ, 360 തടിയാണ്. 360 തടി. എന്നിട്ടോ നിസ്കരിക്കാത്ത എന്താ? വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. അവരതാ എന്നോട് ചോദിക്കുന്നു, തങ്ങളെന്താ നിസ്കരിക്കാത്തത്? മുഹീദ്ദീൻ ശൈഖിനെ പറ്റി എഴുതണേ. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി സലഫികൾ എഴുതിയതല്ല, മുഹീദ്ദീൻ ശൈഖിനെ പറ്റി ഇവരെഴുതിയതാണ്. മുഹീദ്ദീൻ ശൈഖ് നിസ്കരിക്കൂല, അവ നിസ്കരിക്കൂല. നല്ല മദ്ഹാണുള്ളത് അല്ലേ? അപ്പൊ മുഹീദ്ദീൻ ശൈഖിനോട് പോയിട്ട് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങളെന്താ തങ്ങളെ ശൈഖെ നിസ്കരിക്കാത്തത്? അപ്പൊ മുഹീദ്ദീൻ ശൈഖ് മറുപടിയും പറയാ, എന്ത്? വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത. ഞാൻ മക്കത്ത് വെച്ചാ നിസ്കരിക്കുന്നത് എന്ന് ഇവർക്കറിയില്ലല്ലോ. ഓ, മുഹീദ്ദീൻ ശൈഖ് എപ്പോഴും നിസ്കാരത്തിന്റെ സമയം ഉണ്ടായാണ്ട് കയറും മക്കത്ത. CM മടവൂരിനെ കുറിച്ചും അങ്ങനെയല്ലേ വിശ്വാസം? എന്നാൽ മറ്റൊരു സംഭവം, ഒരു ദിനം ഹളറത്തിലടുത്തിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. അന്നേരം കൈപ്പത്തി മലർത്തിട്ടങ്ങോ കാട്ടിയ നേരത്ത് ആക്കരമിൽ കാണുന്നൊരു പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത് നിസ്കാരം അത് മയ്യോ മുമ്പിൽ ഇമാമത്ത്. അക്കഥ കണ്ടു മുതൽ ദിശവർക്കും വന്നുടനന്ന് സലാമത്ത്. കയ്യു വലിച്ചെന്ന് പിന്നെ കാഴ്ച മറിഞ്ഞങ്ങ് എല്ലാ കഴിവു കറാമത്തുള്ളവരല്ലേ കശ്മുടയോല ശിവത്തിതുമല്ലേ. ഉരുളിക്കുന്ന മുതൽ സായേ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനമാണ് നിറത്തിലടുത്തിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. മടവൂർ ശൈഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മോയിൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മോയിൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ CM അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. CM മടവൂരി നിസ്കരിക്കണത് കാണൂല, നിസ്കരിക്കണത് കാണൂല. ഒരുത്തം പോയിട്ട് ചോദിച്ചു എന്താ നിസ്കരിക്കാത്ത? അപ്പൊ കൈപ്പത്തി അങ്ങ് കാണിച്ചു കൊടുത്തു. കൈപ്പത്തിയിൽ ഒരു സ്ക്രീന് തെളിയുന്നു. ആ സ്ക്രീനിൽ കഅബ കാണുന്നു. കഅബയുടെ ചുറ്റും ജമാഅത്ത് നമസ്കാരം നടക്കുന്നു. ഇമാമാരാ?
ഇമാമാരാ അബ്ദുറഹ്മാൻ സുദൈസ് അല്ല, അബ്ദുള്ള ഷുറൈം അല്ല, വേറെ ഇമാമിങ്ങളല്ല. CM മടവൂർ, ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന CM മടവൂരുണ്ട്. അവിടെ ഇങ്ങനെ ഇമാമത്തിക്കണി. എവിടെ മടവൂരിലെ വീട്ടിലെ കൈപ്പത്തി ഇങ്ങനെ കാണിക്കുമ്പോ ആ കൈപ്പത്തിമ്മലാണ് എന്ത്, അത് ഇവർക്ക് വിശ്വസിക്കാം, അതിന് തകരാറൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. ഇതൊക്കെ നല്ല വിശ്വാസ. ഇവിടെ നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കുക, അവിടെ തന്നെ കഅബ, അതിന്റെ ഉള്ളില് മൂപ്പരന്നെ ഇമാമ്, മൂപ്പര് ഇവിടെ ഇങ്ങനെ വേറെ തടി വേറെ. എന്ത് കമ്പനിയായത്, എന്ത് വിശ്വാസാണ്. സ്വർണത്തിന്റെ ചെയിൻ ധരിച്ചിരുന്നു. മുസ്ലിമേ, ഒരു മുസ്ലിം പുരുഷന് സ്വർണം ധരിക്കാവോ? പട്ട് ധരിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈയിൽ സ്വർണവും മറുകൈയിൽ പട്ടും പിടിച്ചിട്ട് പറഞ്ഞു, ഇത് രണ്ടും എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഹറാമാണ്. ഞങ്ങളെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് പറഞ്ഞതാ. എന്നാലോ CM മടവൂരിന് എന്താണ്, മൂപ്പര് സ്വർണ്ണ ചെയിൻ ധരിച്ചിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു, മമ്പുറത്തെ തങ്ങൾ പാപ്പ പട്ടുടുത്തിരുന്നു, സ്വർണമോതിരം ധരിച്ചിരുന്നു. പറയൂ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ഇങ്ങനെ വിശ്വസിച്ചോ? സ്വഹാബത്ത് ഇങ്ങനെ വിശ്വസിച്ചു. നിസ്കാരമില്ലാത്ത ഔലിയ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞങ്ങളല്ല പറയുന്നത്, നിങ്ങൾ തന്നെ എഴുതിയത് കേട്ടോ. അതെന്താ? സ്വഹാബത്ത്